ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത് തലവനായി ലിയോ 14 മാർപ്പാപ്പ സ്ഥാനമേറ്റു. സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ നടന്ന ചടങ്ങിൽ സ്ഥാനചിഹ്നങ്ങളായ പാലിയവും മുദ്രമോതിരവും മാർപ്പാപ്പ സ്വീകരിച്ചു. സമാധാനം പുലരുന്ന പുതിയ ലോകത്തിന് ആഹ്വാനം ചെയ്ത മാർപ്പാപ്പ സഭ ഒന്നാണെന്നും വിവിധ മതസ്ഥരുമായുള്ള ഐക്യം പ്രധാനമെന്നും സന്ദേശത്തിൽ പറഞ്ഞു. വിശുദ്ധ പത്രോസിന്റെ കബറിങ്ങിലെ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷമാണ് ലിയോ 14 മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് തുടക്കമായത്. കർദിനാൾമാരുടെ അകമ്പടിയോടെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലേക്കുള്ള പ്രദക്ഷിണം നടന്നു. ചത്തുരത്തിൽ നടന്ന കുർബാന ചടങ്ങുകൾക്ക് ലിയോ 14 മാർപ്പാപ്പ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ കർദിനാൾ സംഘത്തിന്റെ ഡീൻ കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്ററെ, വൈസ് ഡീൻ കർദിനാൾ ലിയനാദ്രോ സാദ്രി, വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി പിയാദ്രോ പരോളിൻ എന്നിവർ വേദിയിലെത്തി മാർപ്പാപ്പയെ സ്ഥാനവസ്ത്രമായ പാലിയം അണിയിച്ചു. ഫിലിപ്പീൻസിലെ മനില ആർച്ച് ബിഷപ്പ് കർദിനാൾ ലൂയി ആന്റോണിയോ ടാഗ്ലെ പാപ്പയ്ക്ക് വിശുദ്ധ പത്രോസിന്റെ തൊഴിലിനെ ഓർമ്മപ്പെടുത്തി മുക്കുവിന്റെ മോതിരം അണിയിച്ചു. പുതിയ പാപ്പയ്ക്കായി പ്രത്യേക പ്രാർത്ഥനയും നടന്നു. സ്ഥാനാരോഹണ ശേഷമുള്ള ലോകത്തോടുള്ള തൻ്റെ ആദ്യ അഭിസംബോധനയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിച്ച ലിയോ 14 സമാധാനം പുലരുന്ന പുതിയ ലോകത്തിന് ആഹ്വാനം ചെയ്തു. സഭയൊന്നാണെന്നും വിവിധ മതസ്ഥരുമായുള്ള ഐക്യം പ്രധാനമാണെന്നും ലിയോ 14 മാർപ്പാപ്പ സന്ദേശത്തിൽ പറഞ്ഞു. Ascoltate la sua proposta di amore per diventare la sua unica famiglia. Nell'unico Cristo noi siamo uno. വത്തിക്കാനിലെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ US വൈസ് പ്രസിഡന്റ് JD വാൻസ്, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അന്റോണിയോ ആൽബനീസ്, കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി തുടങ്ങി 200-ലധികം രാഷ്ട്രത്തലവന്മാരും പ്രതിനിധികളും പങ്കെടുത്തു. ഇന്ത്യൻ സംഘത്തെ പ്രതിനിധീകരിച്ച് രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ നാരായണൻ സിംഗ് അടക്കമുള്ളവർ പങ്കെടുത്തു. പാപ്പ മൊബൈലിൽ മാർപ്പാപ്പ ജനങ്ങളെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.